നമസ്കാരം. ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേരളം, കേരളത്തിന്റെ ജനങ്ങൾ. കേരളത്തിന്റെ ജനങ്ങളുടെ നെഞ്ച് കീറിപ്പിളർന്നുകൊണ്ട് ഓരോരോ വെളിപ്പെടുത്തലുകൾ ഇതാ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളൊക്കെ ആകെ സ്തംഭിപ്പിക്കുന്നതാണ്. മരണങ്ങളെപ്പോലും വിറ്റുകാശാക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ, മന്ത്രിമാർ എങ്ങനെയാണ് ഇവരെ വിശ്വസിച്ച് ഭരണം കയ്യിലേൽപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇവരെ വിശ്വസിച്ച് നമ്മൾ ഭരണം കയ്യിലേൽപ്പിച്ചത്? എന്ത് വിശ്വസിച്ച് ഇന്ന് രാത്രി, നാളെ രാത്രി, തുടർന്നുള്ള രാത്രികളിൽ നമ്മൾ കിടന്നുറങ്ങും? ഇവരെയൊക്കെ വിശ്വസിച്ച് വേണമല്ലോ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കാൻ. 2018 മഹാപ്രളയം നമ്മൾ മറന്നിട്ടില്ല. ചില പ്രദേശങ്ങളെ ആകെ നക്കി തുടച്ചു നീക്കിയ മഹാപ്രളയം. ആ മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന അന്നത്തെ സംശയം സ്ഥിരീകരിച്ചുകൊണ്ട് വെളിപ്പെടുത്തലുകൾ വരികയാണ്. ഈ വെളിപ്പെടുത്തലുകൾക്ക് ഇത്ര താമസം എന്തുകൊണ്ട് എന്നത് മാത്രമേ സംശയമുള്ളൂ. അന്ന് ഒന്നിച്ചു നിന്നവർ തെറ്റിപ്പിരിഞ്ഞപ്പോൾ അന്നത്തെ ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡിംഗ് പുറത്തേക്ക് വന്നു. അത് കിട്ടേണ്ടവരുടെ കൈകളിൽ എത്തിച്ചേർന്നു. അതിതാ ജനസമക്ഷവും എത്തിച്ചേർന്നിരിക്കുന്നു. 2018 മഹാപ്രളയത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേകൾ തുറക്കുന്നതിന് ഇത്രയും താമസം നേരിട്ടതിന് കാരണം എന്താണ് എന്നുള്ള അന്നത്തെ സംശയത്തിന് മറുപടി ഇതാ ലഭിച്ചിരിക്കുകയാണ്. അന്നത്തെ ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല, പണം തന്നെയായിരുന്നു. പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ കരിമണൽ ഒഴുകിപ്പോകാതിരിക്കാൻ ഒരു നാടിനെ വെള്ളത്തിൽ മുക്കിയ, ഒരു നാടിനെ മുക്കിക്കൊന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഗതികേടിന്റെ ചിത്രം നമ്മുടെ മുന്നിൽ ഇതാ തെളിഞ്ഞിരിക്കുകയാണ്. ആരെ വിശ്വസിക്കണം? എന്തിനു വിശ്വസിക്കണം? ആർക്കു വേണ്ടി നമ്മൾ ഇൻക്വിലാബ് വിളിക്കണം? ആർക്കു വേണ്ടി നമ്മൾ വോട്ട് ചെയ്യണം? ആർക്ക് ചെയ്താലും ഇത് തന്നെയാണല്ലോ ഭഗവാനെ ഗതി എന്ന് നെഞ്ചത്ത് കൈവച്ച് കേരളം വിലപിക്കുന്ന ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇതാ കടന്നു പോകുന്നത്. പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ കരിമണൽ ഒഴുകിപ്പോകാതിരിക്കാൻ ക്യൂബിക് മീറ്ററിന് 62 രൂപ വെച്ച് മുതലാളിമാർക്ക് വിറ്റ കരിമണൽ ഒന്നും ചെയ്യാതെ മറിച്ചു വിറ്റാൽ 300 കോടിയോളം രൂപ ലാഭമുണ്ടാകും. അതിൽ നിന്ന് എത്ര ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കയ്യിലെത്തിക്കാണും? അന്ന് മരിച്ച, അന്നില്ലാതായ ജനങ്ങളുടെ നെഞ്ചത്ത് കയറി നൃത്തം ചെയ്തുണ്ടാക്കിയ പണം ഒരു ഉളുപ്പുമില്ലാതെ വീതിച്ചെടുത്ത രാഷ്ട്രീയക്കാർ, അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ. ഗതികേടാണ് കേരളം. കരിമണൽ ലോബിയെയും തമിഴ്നാട്ടിലെ കരാറുകാരെയും സഹായിക്കാൻ അന്ന് ഡാം മാനേജ്മെന്റും മന്ത്രിമാരും ഒത്തുകളിച്ചു. ആ ഒത്തുകളിച്ചതിന്റെ പരിണിത ഫലമാണ് ഈ മനുഷ്യനിർമ്മിത ദുരന്തം. ആ ദുരന്തത്തിൽ മരിച്ചവരെത്ര, ഉറ്റവരെ നഷ്ടപ്പെട്ടവരെത്ര? മനുഷ്യനിർമ്മിതമായ ആ ദുരന്തത്തിന് പിന്നിൽ മന്ത്രി മാത്യു ടി തോമസിന് പങ്കുണ്ട് എന്ന് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ശബ്ദ സന്ദേശം പ്രചരിച്ചിരിക്കുന്നു. ജനം അതൊന്ന് കേൾക്കണം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മാണിയാറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് അങ്ങോട്ടൊഴുകുമായിരുന്ന വെള്ളത്തെയും ഇവിടെ ചെറുത്തുവെച്ചു. ജലം പെരുകുന്നതിന് കാരണമായി. ആ ചെറുത്തുവെക്കലിലൂടെ എത്ര കോടി രൂപയായിരിക്കും ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൈക്കൂലിയായി കൈപ്പറ്റിയിരിക്കുക? ഇവരൊക്കെ ശുദ്ധന്മാരെന്ന് കൈകഴുകി കാണിക്കുകയാണ്. പീലാത്തോസ് കൈ കഴുകിയതുപോലെ ഇവിടത്തെ ജനങ്ങളെ കൊല വിളിച്ചിട്ട്. ഈ ദുരന്തം മനുഷ്യനിർമ്മിതമാണ് എന്ന് ആദ്യം പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. 8 വർഷങ്ങൾക്ക് ശേഷം അതിതാ സജീവമായി വീണ്ടും ചർച്ചയിൽ വന്നിരിക്കുന്നു. ഇനിയും കണക്കുകൾ വരാനുണ്ട്. എത്ര കോടി കൈപ്പറ്റി എന്നുള്ളത് തെളിയണം. ഈ രാഷ്ട്രീയക്കാർക്കൊക്കെയാണ് നമ്മൾ നാളെ ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ പുറത്തു വന്നപ്പോൾ ജനം ഞെട്ടിയത്. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ. സാധാരണ തിരുവനന്തപുരം ജില്ലയിൽ ഹിന്ദുക്കളുടെ ഇടയിലാണ് ശവസംസ്കാരത്തിന് കൂടുതൽ ചിലവ്. ശവസംസ്കാരത്തിന് മാത്രമല്ല, അനുബന്ധ ചെലവുകൾക്കും കൂടി. 75,000 രൂപയൊന്നും തിരുവനന്തപുരം ജില്ലയിലെ ഹൈന്ദവ ഭവനങ്ങളിൽ പോലും ശവസംസ്കാരം അനുബന്ധ ചെലവുകൾക്ക് സാധാരണ ചെലവാകാറില്ല. ഇവിടെ ശവസംസ്കാരത്തിന് മാത്രം ചിലവായത് ഒരു ശവത്തിന് 75,000 രൂപ. ശവത്തിന്റെ പുറത്ത് നിന്ന്
സാധാരണ ജനങ്ങളുടെ മരണത്തിൽ പോലും ആഘോഷിച്ച് അതിന്റെ പുറത്തു നിന്ന് കൈയിട്ട് വരുന്ന രാഷ്ട്രീയക്കാർ. എങ്ങനെയാണ് 75,000 രൂപ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിനായത്? 359 മൃതദേഹം സംസ്കരിക്കുന്നതിന് 2,79,00,000 രൂപ. ഹൈക്കോടതിയിൽ സമർപ്പിച്ച കണക്കാണിത്. വാളണ്ടിയർമാരുടെ ഭക്ഷണത്തിന് ചെലവായത് എത്രയാണെന്നറിയണ്ടേ? 10 കോടി രൂപ. അവരുടെ യാത്രാ ചെലവ് 4 കോടി രൂപ. അവരുടെ താമസ സൗകര്യത്തിന് ചെലവായത് 15 കോടി രൂപ. ഒരിക്കൽ കൂടെ ഒന്ന് ഉറച്ചു പറയട്ടെ, ഹൈക്കോടതിയിൽ ദുരന്ത നിവാരണ അതോറിറ്റി സമർപ്പിച്ച കണക്കാണിത്. ഹിറ്റാച്ചി JCB ക്രെയിൻ വാടക 15 കോടി രൂപ. ലക്ഷമല്ല, കോടി. 15 കോടി രൂപ. 100 ലക്ഷമാണ് ഒരു കോടി. 15 കോടി രൂപ. ബെയിലി പാലം നിർമ്മിച്ചത് മിലിറ്ററിയാണ്, ഇന്ത്യൻ സൈന്യം. അതിന്റെ താഴെ കല്ലുപാകിയതിന് 1 കോടി രൂപ. ഞാനും മുതലേ അമ്മാവനും കൂടി ആനയെ പിടിച്ച കഥ പണ്ട് മുയൽ പറഞ്ഞത് ഈ സമയത്ത് നമുക്കൊന്ന് ഓർമ്മിക്കാം. ക്യാമ്പിലെ ജനറേറ്ററിന് ചെലവാക്കിയത് 1 കോടി രൂപയാണ്, വാടകയാണ്. ഇനിയോ മാലിന്യ നിർമ്മാർജ്ജനം എന്ന പേരിൽ ചെലവാക്കിയത് 36 കോടി രൂപ. ഈ കോടികളൊക്കെ ആരുടെ പോക്കറ്റിലേക്കാണ് ഒഴുകിയത്? ഈ ഭരണകാലത്ത് നമ്മൾ ഒരുപാട് കേട്ടതാണ് ഊരാളുങ്കൽ സൊസൈറ്റി. എല്ലാ അഴിമതിയുടെയും അടിസ്ഥാനം അവിടെ നിന്നാണ്. അവിടെ നിന്നൊഴുകുന്ന കോടികൾ, കൈക്കൂലികൾ ആരുടെ പോക്കറ്റിലേക്കാണ്? രാഷ്ട്രീയം സാധാരണക്കാർ വെറുത്തു പോകുന്ന അവസ്ഥ. കേരളം ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഇങ്ങനെയല്ല കേരളമാകേണ്ടത്. എപ്പോഴും രാഷ്ട്രീയക്കാർ പറയുന്ന ഭാഷ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, മുൻപ് പല പ്രാവശ്യവും ഞാനും ആവർത്തിച്ച ഭാഷ. അരിയാഹാരം കഴിക്കുന്നവരാണ് മലയാളികൾ. മലയാളികൾക്ക് ഇത് മനസ്സിലാകും, അവർ പ്രതികരിക്കും. ഏത് രാഷ്ട്രീയത്തിനെതിരെ ആയാലും, ഇടതുപക്ഷത്തിനെതിരെ ആയാലും, UDF-നെതിരെ ആയാലും, BJP-ക്കെതിരെ ആയാലും അഴിമതി ആരോപണങ്ങളോട് ജനം പ്രതികരിക്കും. അന്ന് ജനത്തിനെ അസഭ്യം പറഞ്ഞിട്ട് കാര്യമില്ല. ജനത്തിന്റെ നേരെ വിരൽ ചൂണ്ടി ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ജനത്തിനോട് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാറി നിൽക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനം പ്രതികരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.